പ്രിയപ്പെട്ടവരെ, എന്റെ പ്രത്യാശ എന്താണെന്ന് അറിയാമോ? ഇന്നാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ, ഇന്നാണ് എന്റെ മരണ ദിവസമെങ്കിൽ, അവൻ എന്റെ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്ന് 1000 വർഷം ഞങ്ങൾ യേശു ക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാഴും. 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പറന്നു പോകും. അതേ നിത്യാനന്ദം ഞങ്ങളുടെ തലമേലിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇനി കണ്ണുനീരില്ല, നിലവിളിയില്ല, ദുഃഖങ്ങളില്ല, രോഗങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ നിങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞ് കേവലം മതഭക്തിയില് ഒരു ക്രിസ്തീയ മത പുരോഹിതനാണെങ്കിൽ പോലും നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കാതെ പാപമോചനം നേടാതെ പാപിയായിട്ടാണ് അടക്കപ്പെടുന്നെങ്കിൽ, ഇന്നാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ, ഇന്നേക്ക് 1000 വർഷം തികയുന്ന ലോകം അവസാനിക്കും. അതേ പ്രിയപ്പെട്ടവരെ, അന്ന് എന്നെ കേട്ട നിങ്ങൾ ഓരോരുത്തരും കല്ലറകളെ വിട്ട് ദഹിപ്പിച്ച ചാരത്തിൽ നിന്ന് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വന്ന് യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പ്രസംഗം നിങ്ങൾ കേൾക്കും. ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും ഇഷ്ടമല്ല, ദേശത്ത് നിന്ന് ഓടിച്ചു കളയാൻ ചിലരുടെ പല്ലിറുമ്പുന്നുണ്ട്. എന്നാൽ അന്ന് നിങ്ങൾ അറിയും ഈ സുവിശേഷകന്മാർ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചു, ഈ സുവിശേഷകന്മാർ നിങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടം സഹിച്ചു. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വർഗ്ഗമുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ മരണത്തിൽ നിരീക്ഷിക്കുന്ന ഈ സുവിശേഷം അംഗീകരിക്കാതെ മരിച്ചാൽ ആ ലോകാവസാന ദിവസം നിങ്ങളെ ദഹിപ്പിച്ച ചാരത്തിൽ നിന്ന്, നിങ്ങളെ അടക്കിയ കല്ലറയിൽ നിന്ന്, വെള്ളത്തിൽ അഴുകി ദ്രവിച്ചു പോയെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഇതേ രൂപത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് വന്ന് യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കും. അവൻ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പാപങ്ങളും പരസ്യപ്പെടുത്തും. അതേ, നീ മാത്രം അറിയുന്നതിന്റെ സകല രഹസ്യങ്ങളും അവൻ പരസ്യപ്പെടുത്തി എന്നിട്ട് നിന്നെ നിത്യമായിരിക്കും നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുമ്പോൾ ഈ പ്രസംഗം നിങ്ങളുടെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരിക്കും. അയ്യോ കർത്താവെ, പറ്റിപ്പോയല്ലോ, ഞങ്ങളെ സ്നേഹിച്ച് ഈ പാപമോചനം പറഞ്ഞ ഉപദേശിമാരെ ഞങ്ങൾ നിഷേധിച്ചു. ഞങ്ങളുടെ പള്ളിയിലെ പുരോഹിതന്മാരും പറഞ്ഞു ഇങ്ങനെയുള്ള ഉപദേശിമാരെ കേട്ടേക്കല്ല, സ്നാനമേക്കല്ല, ഇങ്ങനെയുള്ള ഉപദേശിമാരെ വീട്ടിൽ കയറ്റരുത് പറഞ്ഞു. നിന്റെ വചനത്തിനേക്കാൾ ഉപരി അവരുടെ വചനങ്ങളെ കേട്ടത് വഴി ഞങ്ങൾ നശിച്ചു പോകുന്നു. ഇപ്പോഴിതാ ഞങ്ങളും അവരോട് കൂടെ നരകാഗ്നിയിലേക്ക് എറിയപ്പെടുന്നുവല്ലോ. പിന്നെ ഒരു രക്ഷയില്ല പ്രിയപ്പെട്ടവരെ, പിന്നെ ഒരു രക്ഷയില്ല. അതിനെത്ര കോടി വർഷം എന്നൊരു കണക്കില്ല. കാരണം അത് സൂര്യനില്ലാത്തതുകൊണ്ട് സമയമില്ല, കാലമില്ല, ഇനി നിശ്ചയമില്ല. പ്രിയപ്പെട്ട അത് എറ്റേണലാണ്, ഇൻഫിനിറ്റിയാണ്. ആ നരകത്തിൽ എന്നേക്കുമായിട്ട് നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്ന ദിവസം മാനസാന്തരപ്പെട്ടുകൊള്ളുവിന്. മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് അവന്റെ രക്ഷ ചുമന്നുകൊള്ളുവിൻ. അവന്റെ നിന്ന് ചുമന്ന് ആ നിത്യമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് എന്നേക്കും ജീവിക്കുവാൻ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും പറഞ്ഞു ഉയർന്നുകൊള്ളുവിൻ ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്.